ഇനി നമുക്കൊന്ന് നാട് വിട്ടു പോയാലോ? ശരിക്കും പോവാനല്ല, നമ്മുടെ മറുനാട്ടിലുള്ള ഒരു വിശേഷം പങ്കുവയ്ക്കാനാണ്. കർണാടകയിലെ പ്രാദേശിക ഉത്സവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആവേശത്തോടെ ആഘോഷിക്കുന്ന ഒന്നാണ് കടലക്കായ് പരിശേ. പേര് കേട്ട് ആശയക്കുഴപ്പത്തിലൊന്നും ആവണ്ട, സംഭവം നിലക്കടല മേളയാണ്. തലസ്ഥാനമായ ബംഗളൂരുവിൽ വർഷം തോറും നടക്കുന്ന ഈ കാർഷിക മേളയ്ക്ക് 16-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രവുമുണ്ട്. ബാക്കി ഞാൻ പറയുന്നില്ല, നദീറ പറയും. നിങ്ങൾക്കറിയാമോ, 16-ാം നൂറ്റാണ്ട് കാലത്തൊക്കെ ബംഗളൂരു എന്ന് പറഞ്ഞാൽ നിറയെ നിലക്കടല കൃഷിയുള്ള സ്ഥലമായിരുന്നു. നിറയെ കൃഷിപ്പാടങ്ങളായിരുന്നു. എല്ലാം മിക്കതും നിലക്കടലയുടെ കൃഷി നടന്നിരുന്ന പാടങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ആധുനിക നഗരം ഉണ്ടായത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. വരൂ പറഞ്ഞു തരാം. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മേളയാണ് ബംഗളൂരുവിൽ ഇപ്പോൾ നടക്കുന്നത്. ആ മേളയിലാണ് ഞാനുള്ളത്. ബംഗളൂരുവിലെ ബസവനഗുഡിയിലെ ഈ പ്രദേശം അന്നൊക്കെ നിലക്കടല ചന്തയായിരുന്നു. സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം വിളവെടുത്ത നിലക്കടലകളുമായി കർഷകർ ഈ ചന്തയിലെത്തിയിരുന്നു. കണക്കു നോക്കിയാൽ 400 വർഷത്തെ പഴക്കമുണ്ട് ഈ നിലക്കടല മേളയ്ക്ക്. വർഷാവർഷം മുറതെറ്റാതെ ഈ മേള നടക്കും. ബംഗളൂരുവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ചാക്കുകണക്കിന് നിലക്കടലയുമായി കടലക്കായ് പരിശേ അഥവാ നിലക്കടല മേളയ്ക്ക് കർഷകർ എത്തും. சேலம் பெல்காம் அது மாதிரி இருந்து எடுத்துகிட்டு வரோம் கடலக்காய். எங்களுக்கு இந்த வருஷம் வியாபாரம் பரவாயில்ல, நல்லா இருக்குது. போன வருஷோட இந்த வருஷம் நல்லா வியாபாரம் ஆகுது, ஜனம் வந்துட்டே இருக்கிறாங்க. പല വെറൈറ്റി നിലക്കടലകളാണ് മേളയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത തരം കടലകൾ മേളയിൽ പരിചയപ്പെടാനും വാങ്ങാനുമാവും. കടലെല്ലാം ഈ വർഷം കൂടുതലാണ്. ഇങ്ങനെ വ്യാപാരം കച്ചവടം ரொம்ப കമ്മിയാണ്. എല്ലാം 4 വെറൈറ്റി ಇದೆ, 4 വെറൈറ്റി ಇದೆ. വെറൈറ്റിക്ക് പേരൊന്നുമില്ല, എല്ലാം ഒറ്റ കടല. ബസവനഗുഡിയിലെ നന്ദി ക്ഷേത്രവുമായാണ് നിലക്കടല മേളയുടെ ഐതിഹ്യം ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നത്. നന്ദികേശന് കടലകൾ സമർപ്പിച്ച ശേഷമാണ് സർക്കാർ നടത്തുന്ന മേളയ്ക്ക് ഔദ്യോഗിക തുടക്കമാകുക. വീഡിയോ ജേർണലിസ്റ്റ് റിജോ പുനലൂരിനോടൊപ്പം റിപ്പോർട്ടർ നദീറ, ഇൻ റിപ്പോർട്ടർ, ബംഗളൂരു.